നമസ്കാരം. നമസ്കാരം. ആദർശ്, ഈ CPM-ന്റെ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന പറയുമ്പോൾ 2 ജില്ലാ സമ്മേളനങ്ങൾ അവസാനിച്ചിരിക്കുന്നു. മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഈ ഏരിയ സമ്മേളനങ്ങൾ സമാപിച്ചുകൊണ്ടിരിക്കുന്നു. ജില്ലാ സമ്മേളനങ്ങളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ജനുവരിയോടുകൂടി ജില്ലാ സമ്മേളനങ്ങളെല്ലാം പൂർത്തിയാവും. പിന്നെ കൊല്ലത്ത് വെച്ചാണ് സംസ്ഥാന സമ്മേളനം. പിന്നെ പാർട്ടി കോൺഗ്രസ് എനിക്ക് തോന്നുന്നു ഏപ്രിലാണെന്ന് തോന്നുന്നു. അപ്പം ഇതോടുകൂടി CPM-ന്റെ വലിയൊരു ഈ സമ്മേളന പ്രോസസ്സിങ് അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഈ സമ്മേളനം തുടങ്ങുന്ന അന്ന് തൊട്ട് തന്നെ CPM വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരുന്നു. അപ്പോൾ നിരവധിയായ വിഷയങ്ങളിലൂടെയാണ് CPM കടന്നുപോയിരുന്നത്. CPM-ന് ഇന്നേ വരെ ഇല്ലാത്ത രീതിയിലുള്ള വലിയ രാഷ്ട്രീയ പ്രതിസന്ധികൾ കടന്നു പോകുന്നു. അതുപോലെ തന്നെ ഈ പാർട്ടി നേതൃത്വവും വലിയ രീതിയിൽ ദുർബലമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് കാണുന്നത്. മുഖ്യമന്ത്രിക്കെതിരെയുള്ള പാർട്ടിയിൽ നിന്ന് തന്നെ വലിയ വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. എന്തായിരിക്കും CPM-ന്റെ ഒരു രാഷ്ട്രീയ ഭാവി? തുടർന്ന് അങ്ങോട്ടേക്ക് ഭരണത്തിൽ വരാനുള്ള സാധ്യതയുണ്ടോ, അതോ 3ാം തവണയും ഭരണത്തിൽ വരും എന്നുള്ള പ്രതീക്ഷ അസ്ഥാനത്താവുമോ? ഇവിടെ CPM-ന്റെ സമ്മേളനം ഇത്രത്തോളം അതിജീവന കാലമായിട്ട് മുമ്പ് ഒരിക്കലും മാറിയിട്ടില്ല. ഇവിടെ പ്രാദേശിക സമ്മേളനം മുതൽ തന്നെ വലിയ സംഘർഷങ്ങളും സംഘടനകളും ഒക്കെയാണ് CPM നടക്കുന്നത്. അതായത് ഇതെല്ലാം ഒരേ സമയം സർക്കാരിനെയും നേതൃത്വത്തെയും പ്രവർത്തകരിൽ തുടങ്ങി ഈ പാർട്ടിയുടെ എല്ലാ ഘട്ടങ്ങളും ആളുകൾ വിമർശിക്കുകയാണ്. സർക്കാരിനെ വലിയ തോതിൽ വിമർശിക്കുന്നു, അതേപോലെ തന്നെ പാർട്ടിയുടെ നേതൃത്വത്തെയും വിമർശിക്കുന്നു. ഇന്നലകളിൽ എടുത്തിട്ടുള്ള പല സമീപനങ്ങളിലും പലപ്പോഴും CPM-ന് എല്ലാ കാലത്തും സമ്മേളനങ്ങളിലൊക്കെ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത്ര കണ്ട് പുറത്തേക്ക് ഒരു വലിയ വിസ്ഫോടനങ്ങളായിട്ട് CPM സമ്മേളനങ്ങൾ മാറിയിട്ടില്ല. മാത്രമല്ല, നമ്മൾ ഈ മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു പ്രവണതയാണ്. അതായത് പല നേതാക്കന്മാരും സമ്മേളനത്തിൽ നിന്ന് നേരെ ഇറങ്ങി ചെല്ലുന്നത് മറ്റു പാർട്ടികളിലേക്കാണ്, BJP-യിലേക്കാണ്. ഇത് കേരളത്തിൽ ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ല. മുമ്പ് പല സമ്മേളനം VS അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ മറ്റൊരു അഭിപ്രായം പ്രകടിപ്പിച്ച ഒട്ടേറെ പല ആളുകളും പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്ര കണ്ട് CPM നിന്ന് ഇറങ്ങുന്നു, അതേ സെക്കൻഡിൽ തന്നെ BJP ആകുവാൻ CPM-കാർക്ക് എങ്ങനെ കഴിയുന്നു എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ടതാണ്. അതായത് ബംഗാളിൽ സംഭവിച്ചതുപോലെ, അല്ലെങ്കിൽ CPM-ന് ശക്തി ഉണ്ടായിരുന്ന മറ്റു പല സംസ്ഥാനങ്ങളിലും സംഭവിച്ചത് തന്നെ കേരളത്തിലും ആവർത്തിക്കപ്പെടുകയാണ്. ഒരു പക്ഷേ നോക്കിക്കഴിഞ്ഞാൽ, അതായത് തുടർഭരണത്തിന്റെ സാധ്യതകൾ മങ്ങുന്നു എന്നതാണ് തോന്നുന്നത്. അതായത് CPM-നെ പലപ്പോഴും അധികാരത്തിലേക്ക് എത്തിച്ച് പലപ്പോഴും പറയാറുണ്ട് കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കുന്ന ആൾക്കൂട്ടങ്ങളാണെന്ന്. എന്നാൽ CPM-നെ അങ്ങനെയല്ല. കൃത്യമായ കേഡർ സംവിധാനം, സംഘടനാ സംവിധാനം, എല്ലാ ബൂത്തുകളിലും ചലിക്കുന്ന സംഘടനാ സംവിധാനം സംസ്ഥാനത്ത് CPM-നുണ്ട്, ഏറെക്കുറെ ഇപ്പോഴുമുണ്ട്. ആ സംഘടനാ സംവിധാനത്തിന് CPM-ന് ഒരുപാട് ദൗർബല്യങ്ങൾ ഇന്ന് സംഭവിച്ചിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ CPM-ന് ഒരു തുടർഭരണത്തിന്റെ സാധ്യത ഇല്ല എന്നാണ് എനിക്ക് അനുമാനിക്കുവാൻ കഴിയുന്നത്. അല്ലെ, നമ്മൾ ഈ കണ്ടത് ഈ പാർട്ടി ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിട്ടുന്ന ഇപ്പോഴല്ല. കാരണം VS പിണറായി തമ്മിലുള്ള പോരാട്ടം വലിയ ശക്തമാകുന്നു. ഇരുവരെയും പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന കാലം വരെ ഉണ്ടായിരുന്നു. പിന്നീട് പ്രായത്തിന്റെ ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് VS-നെ ഒഴിവാക്കുന്നു, പിണറായിയെ തിരിച്ചു കൊണ്ടുവരുന്നു. അതൊക്കെ നമ്മൾ അന്ന് പാർട്ടിയുടെ ഒരു ശക്തി എന്ന് പറയുന്നത് കരുത്തരായ നേതാക്കന്മാരായിരുന്നു എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഈ വിഭാഗീയതയൊക്കെ ഉണ്ടാകുമ്പോഴും പാർട്ടി എന്നുള്ള രീതിയിൽ അതിശക്തമായ നിലപാടൊക്കെ തന്നെയായിരുന്നു. പക്ഷേ നമ്മൾ ഈ അടുത്ത കാലത്തായി കണ്ടുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് BJP-യിലേക്ക് പോകാനോ അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് പോകാനോ ഒന്നും യാതൊരു മടിയില്ലാത്ത രീതിയിലേക്ക് നേരത്തെ അറിയാം. കോൺഗ്രസ് ഇഷ്ടം പോലെ ആളുകൾ CPM-ൽ പോയിട്ടുണ്ട്. പല നേതാക്കന്മാരും ഇപ്പം വലിയ നിലയിലേക്ക് എത്തിയ ആളുകളുണ്ട്. ഇപ്പം മലപ്പുറം ജില്ലയിൽ തന്നെ TK ഹംസയൊക്കെ അത് പിന്നെ കോൺഗ്രസ് നിന്ന് പോയ ആളുകളാണ്. ഇപ്പം മന്ത്രി അയക്കുന്ന അബ്ദുറഹിമാൻ കോൺഗ്രസ് നിന്ന് പോയതാണ്. ഇപ്പം അവർക്ക് വലിയ തലവേദന ആയെങ്കിൽ പോലും PV അൻവറൊക്കെ ആ കോൺഗ്രസ് പാളയത്തു നിന്നൊക്കെ പോയ ആളുകളൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് CPM എന്ന് ആളുകൾ ആരൊക്കെ പോവും, ആരൊക്കെ ഈ പാർട്ടിയിൽ ഉണ്ടാവും എന്നുള്ളത് ആർക്കും തിരിച്ചറിയാൻ പറ്റാത്തൊരു രാഷ്ട്രീയ സാഹചര്യം കൈവന്നിരിക്കുന്നു. ഇത് ഈ തുടർഭരണം തന്നെയാണ് പാർട്ടിയെ ദുഷിപ്പിച്ചതെന്ന് തന്നെ നമുക്ക് കാണാം. അൻവറിന്റെ കാര്യം പറയുമ്പോഴാണ് അത് മലബാറിൽ CPM വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. അത് മലബാറിൽ CPM അവരുടെ ഐക്കണായി ഉയർത്തിക്കാട്ടിയ 2 ആളുകളാണ്. ഒന്ന് PV അൻവർ, 2 KT ജലീലും. KT ജലീലും ഏറെക്കുറെ CPM വിട്ടു, അല്ലെങ്കിൽ CPM അല്ലാതെ താൻ രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നൊക്കെ പറയുന്ന CPM ഇനി ആരെയാണ് മലബാറിൽ ഒരു ഐക്കണായി കാണിക്കുന്നത് വലിയ ചോദ്യമാണ്. പക്ഷേ വയനാട്ടില് CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ട് ഒരു മുസ്ലിം ന്യൂനപക്ഷക്കാരനായ ഒരാളെ ആക്കുമ്പോൾ, ഒരു യുവാവിനെ ആക്കുമ്പോൾ CPM കുറേയധികം കാര്യങ്ങൾ അതിനകത്ത് ലക്ഷ്യം വെക്കുന്നുണ്ട്. അതായത് മലബാറിൽ ഒരു മുസ്ലിം മുഖം ഇല്ലാതെ, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ജലീലും അൻവറും ഇല്ലാത്ത മലബാറിൽ എങ്ങനെയാണ് CPM ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്നതെന്നുള്ളത്, അതായത് പല സീറ്റുകളും തവനൂർ ഉൾപ്പെടെ ഉള്ള
നിലമ്പൂർ ഉൾപ്പെടെയുള്ള സീറ്റുകൾ അടുത്ത തവണ ഇളകാനുള്ള സാധ്യതകളുണ്ട്. മലബാറിൽ തീരെ അപ്രസക്തമാകുന്ന തരത്തിലേക്കാണ് CPM-ന്റെ പോക്ക്. അല്ല, CPM-ന്റെ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ കൂടെ പറയുന്നത്, ഇപ്പോൾ CPM എല്ലാ കാലത്തും നമുക്കറിയാം ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് പല തരത്തിലുള്ള രാഷ്ട്രീയ ഗിമിക്കുകളൊക്കെ കാണിച്ചുകൊണ്ടിരുന്നു അറിയാം. ഇപ്പോൾ പിന്നെ പൗരത്വ ബില്ലിനെതിരെയും അതുപോലെ തന്നെ ഈ പലസ്തീൻ വിഷയത്തിലൊക്കെ അവർ വലിയ രീതിയിൽ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ സംരക്ഷകരാണ് ഞങ്ങളെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കോഴിക്കോടൊക്കെ വലിയ നടത്തി സെമിനാറുകൾ നടത്തുകയും എല്ലാ മുസ്ലിം സമുദായ അംഗങ്ങളെയും നേതാക്കന്മാരെയൊക്കെ ഈ ഒറ്റ വേദിയിൽ അണിനിരക്കാനൊക്കെ കഴിഞ്ഞത്. ഈ അങ്ങനെ കഴിഞ്ഞ വർഷം ഇതേ സമയത്തൊക്കെ ആയിരുന്നു ഇത്തരത്തിലുള്ള ഈ ഗിമ്മികളൊക്കെ കാണിച്ചതെങ്കിൽ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം അവർ പൂർണ്ണമായും ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തെ കൈയൊഴിയുന്ന ഒരു രീതിയാണ് നമ്മളിൽ കാണുന്നത്. കാരണം അവരിൽ ഈ സംഘടനയിലൊക്കെ പിളർപ്പുണ്ടാക്കുമെന്നും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനെ തന്നെ പിളർത്തിക്കൊണ്ട് മറ്റൊരു സംഘടനയൊക്കെ ഉണ്ടാക്കി ആ സംഘടനയിലൂടെ ഈ മലപ്പുറം പോലെയുള്ള മലബാർ ഏരിയയിൽ കുറച്ചുകൂടി സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് പാളിപ്പോയി എന്നുള്ളതാണ്. ഇപ്പം ഈ പാർലമെന്റ് ഇലക്ഷന് ശേഷം അവർ കാണിക്കുന്നത് വല്ലാത്ത രീതിയിലുള്ള അതായത് ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ചില പ്രവർത്തനങ്ങളാണ്. ഇപ്പം നമുക്ക് കഴിഞ്ഞ ദിവസം ഈ വിജയരാഘവനൊക്കെ നടത്തിയ പ്രസ്താവനയൊക്കെ നമുക്കറിയാം, വയനാട്ടിലെ വിജയമൊക്കെ ബന്ധപ്പെട്ട്. ഇത് ശരിക്കും ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിച്ചുകൊണ്ട് ഇനി അടുത്ത ഒരു ടേം കൂടി അധികാരത്തിൽ വരാനുള്ള ശ്രമം വിജയിക്കുന്നു തോന്നുന്നുണ്ട് ആദർശൻ. ഇവിടെ ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുന്ന അപ്പുറത്തേക്ക് ഭൂരിപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുടെ വോട്ട് പല CPM-ന് നിന്ന് കൈമോശം വന്നിരിക്കും. അതായത് ഒരു കാലഘട്ടത്തിലൊക്കെ ഈഴവ വോട്ടുകൾ പൂർണ്ണമായും CPM-ന് ലഭിക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ ഇന്ന് അതൊക്കെ മാറി. ഈഴവ വോട്ടുകളിൽ അല്ലെങ്കിൽ നായർ വോട്ടുകളിലൊക്കെ നല്ലൊരു ശതമാനം BJP-ക്ക് പോകുന്ന സാഹചര്യം. ഈഴവ വോട്ടുകൾ നമ്മൾ ശ്രദ്ധിച്ച ആലപ്പുഴയിൽ തന്നെ ശോഭാ സുരേന്ദ്രന് കിട്ടിയ വോട്ടിൻ്റെ വർധന, ഈഴവ വോട്ടുകളിൽ അത് വലിയ ഇടിവ് ശോഭയ്ക്ക് അനുകൂലമായിട്ട് ആലപ്പുഴയിൽ സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ ആറ്റിങ്ങൽ അടൂർ പ്രകാശിന് അനുകൂലമായിട്ട് ഈഴവ വോട്ടുകൾ വ്യാപകമായിട്ട് ലഭിച്ചു. അതായത് ഈഴവ വോട്ടുകളടക്കം ഭൂരിപക്ഷ വോട്ടുകൾ CPM-ന് നഷ്ടപ്പെട്ടു. ആ വോട്ടുകളെ ലക്ഷ്യം വെച്ചാണ് CPM ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ചില നിലപാടുകൾ. എന്നാൽ ഈ ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടുകയും ചെയ്യുന്നില്ല, ഭൂരിപക്ഷ വോട്ടുകളിലേക്ക് പഴയ പോലെ കടന്നെത്തുവാൻ CPM-ന് കഴിയുന്നതുമില്ല. അതായത് CPM സമീപകാലത്ത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ ലക്ഷ്യം വെച്ച് നടത്തിയ എല്ലാ ഇടപെടലുകളും പൊട്ടിപ്പാളിസായി പോയിരിക്കുകയാണ്. ഇപ്പോൾ പാലക്കാട് ഇലക്ഷനിൽ യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ അവർ ഏറ്റവും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു നിർത്തിയിരുന്നത്. ഈ മെട്രോമാൻ ഈ ശ്രീധരനായിരുന്നു BJP സ്ഥാനാർത്ഥിയായി നിർത്തിയിരുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട് 3-ാം സ്ഥാനത്ത് പോകുന്നു, ഇത്തവണയും 3-ാം സ്ഥാനത്ത് പോകും. അത് മാത്രമല്ല BJP-ക്ക് വോട്ട് കുറഞ്ഞിട്ടുണ്ട് അവിടെ. അതുപോലെ തന്നെ കോൺഗ്രസിന് വലിയ രീതിയിൽ വോട്ട് കൂടുകയൊന്നും ചെയ്യുന്നത്. പക്ഷേ CPM-ന് എന്തുകൊണ്ടോ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ വേണ്ടി പാലക്കാട് നടന്നില്ല. ഇപ്പോൾ പാലക്കാട് അവർ നടത്തിയ ഇലക്ഷൻ സ്ട്രാറ്റജി മൊത്തം തകർന്നു പോയി എന്നുള്ളതാണല്ലോ നമ്മളിൽ കാണേണ്ടത്. അപ്പം എന്തുകൊണ്ടാണ് CPM നേരത്തെയൊക്കെ വളരെ കൃത്യമായി പ്ലാൻഡ് ആയിരുന്നു, അവർക്ക് ഓരോ സ്ഥലത്ത് എത്ര വോട്ട് കിട്ടുമെന്നതിനെ കുറിച്ച് വ്യക്തത ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് CPM-ന് അതിപ്പം ഈ പ്രഖ്യാപിത വോട്ടുകളൊക്കെ കയ്യിൽ നിന്ന് പോകുന്നത്? ഇപ്പം ആദർശം നേരത്തെ പറഞ്ഞു അവർക്കൊരു കൃത്യമായ ഒരു വോട്ട് ബാങ്ക് ഉണ്ട് എന്നൊക്കെ. പക്ഷെ ആ ബാങ്കിലൊക്കെ ചോർച്ച വരുന്നു, വലിയ രീതിയിൽ ബാങ്ക് ചോർച്ച വരുന്നു, അവർക്ക് പ്രതീക്ഷിക്കുന്ന വോട്ടുകൾ അവർക്ക് ലഭിക്കുന്നില്ല. അപ്പൊ ഇത് CPM-ന്റെ കേഡർ വോട്ടുകളും നഷ്ടപ്പെടുന്നു എന്നാണല്ലോ ലക്ഷ്യം നമ്മൾ കാണുന്നത്. അതായത് ഈ സമ്മർദ്ദങ്ങൾ ഏശാത്ത രാഷ്ട്രീയ പാർട്ടിയായിരുന്നു CPM. തെരഞ്ഞെടുപ്പ് കാലത്ത് ഏതെങ്കിലും മാധ്യമ സൃഷ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വരുമ്പോൾ ആ ആരോപണങ്ങളെ കൃത്യമായിട്ട് എങ്ങനെയാണോ നിലക്ക് നിർത്തേണ്ടതെന്ന് അറിയുന്ന രാഷ്ട്രീയ പാർട്ടിയായിരുന്നു CPM. എന്നാൽ ഇന്ന് ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ, സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ് സമീപനം എടുക്കേണ്ടതെന്ന് അറിയാത്ത ഒരു രീതിയാണ് CPM-ഉള്ളത്. പലപ്പോഴും CPM-ന്റെ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ സംഘടനയിൽ നിന്നുണ്ടെന്ന വെപ്രാളങ്ങൾ വല്ലാത്ത നിലയിലേക്ക് CPM-നെ എത്തിക്കുന്നുണ്ട്. അതുതന്നെയാണ് പാലക്കാട് പ്രകടമായത്. ഇപ്പം ട്രോളി വിവാദമാണെങ്കിലും ട്രോളി വിവാദം ഉണ്ടായത് തന്നെ CPM-ന് ദോഷം ചെയ്തു. അതിനകത്ത് പിന്നീട് നടത്തിയ പ്രതികരണങ്ങൾ അതിലേറെ ദോഷം ചെയ്തു. പരസ്യം കൊടുത്തത് ദോഷം ചെയ്തു. ആ പരസ്യത്തിന് പിന്നാലെയുള്ള ന്യായീകരണങ്ങൾ അതിലേറെ ദോഷം ചെയ്യുന്നു. അതായത് ഒരു പ്രതിസന്ധി കാലത്തെ അല്ലെങ്കിൽ തങ്ങൾക്ക് നേരെ വരുന്ന ഏതെങ്കിലും ആരോപണത്തെ ഏത് നിലയിലാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഉള്ളൊരു രാഷ്ട്രീയ പാഠവും CPM-ന് ഒരു കാലത്ത് ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായും കൈമോശം സംഭവിച്ചു. അതായത് ഇതിൻ്റെ നേതൃത്വത്തിന് ഈ സംഘടന എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് ഉള്ളതിനകത്ത് യാതൊരു ധാരണയില്ല. അവിടെ MV ഗോവിന്ദൻ്റെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് MV ഗോവിന്ദൻ വരുന്നതും മുന്നണി കൺവീനറായിട്ട് രാമകൃഷ്ണൻ വരുന്നതും ഒക്കെ ഈ സംഘടന അല്ലെങ്കിൽ ഈ മുന്നണി ഏതെങ്കിലും തരത്തിൽ പ്രയോജനം ചെയ്തതായിട്ട് തോന്നുന്നില്ല. യഥാർത്ഥത്തിൽ CPM ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് നേതൃത്വത്തിൻ്റെ ഒരു അപജയം തന്നെയാണല്ലോ. ഇപ്പം ഗോവിന്ദ മാഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ പാർട്ടിയെ നയിക്കാനുള്ള കെൽപ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു നിരീക്ഷണ പ്രകാരം ഇല്ല എന്നുള്ളതാണ്. കാരണം ഗോവിന്ദ മാഷ് വളരെ ദുർബലനാണെന്ന് മാത്രമല്ല ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രശ്നം ഇത് തെക്ക് വടക്ക് വലിയ ശക്തി ഉണ്ടെങ്കിൽ പോലും തെക്കനും വടക്കനും തമ്മിലുള്ള വലിയ വ്യത്യാസങ്ങളുണ്ട് ഇതിൽ. ഇപ്പം എല്ലാ കാലത്തും തെക്ക് വടക്കന്മാരാണ് തെക്കൽ ഭരണത്തിൻ്റെ സ്ഥിരകേന്ദ്രങ്ങളിൽ
സ്ഥാനങ്ങളിൽ ഇരിക്കുകയും അതുപോലെ തന്നെ പാർട്ടിയെ നയിക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ പോലും ഈ എല്ലാ ആളുകളെയും ഒരേപോലെ കൂട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു കെൽപ്പില്ലായ്മ ഗോവിന്ദ മാഷെ വല്ലാത്ത രീതിയിൽ ബാധിച്ചിട്ടുണ്ടെന്നല്ലേ നമ്മളിൽ കാണേണ്ടത്. അദ്ദേഹത്തിന് നല്ലൊരു പ്രഭാഷകനാവാൻ പറ്റും. അതിനപ്പുറത്തേക്ക് ഒരു സംഘാടകനായിട്ടൊരു രാഷ്ട്രീയ പാർട്ടിയെ സംസ്ഥാന തലത്തിൽ സംഘടിപ്പിച്ച് നയിക്കാനുള്ള ശേഷിയൊന്നും എം.വി. ഗോവിന്ദൻ എന്ന രാഷ്ട്രീയ നേതാവിനില്ല. ആ തീരുമാനം തന്നെ ഒരു പക്ഷേ തെറ്റായ ഒരു തീരുമാനമായിരുന്നു അന്ന് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് ഗോവിന്ദൻ വരുന്നത്. ഇനിയിപ്പം ഗോവിന്ദനെ മാറ്റിവെച്ചതിന് ആരാകും CPM സംസ്ഥാന സെക്രട്ടറി? അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ CPM ഏകോപിപ്പിക്കാൻ കഴിവുള്ള ഏതെങ്കിലും ഒരു നേതാവ് ഇന്ന് CPM ഉണ്ട് എന്ന് അങ്ങ് കരുതും? അല്ല, CPM അത് തന്നെയാണ്. CPM ഇപ്പൊ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരു രണ്ടാം കിട നേതാക്കന്മാരെ അവർ വളർത്തി കൊണ്ടുവന്നില്ല. ഇത് ദീർഘകാലം പിണറായി വിജയൻ ഈ പാർട്ടി സെക്രട്ടറി അദ്ദേഹത്തിന്റെ അനുയായിയായിട്ട് അദ്ദേഹം ഒറ്റൊരാളെ മാത്രമേ വളർത്തിക്കൊണ്ടിരുന്നുള്ളൂ. അത് കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറിയപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി ആവുന്നു. അദ്ദേഹം പിന്നീട് പിന്നെ മന്ത്രിയാവുന്നു. മന്ത്രി ആയിരിക്കെ തന്നെ ഒരുപാട് ആളുകൾ നേതാക്കന്മാരുണ്ടായിട്ട് പോലും അന്ന് ഈ VS അച്യുതാനന്ദന്റെ ഒക്കെ ആശീർവാദത്തോടു കൂടി പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആവുന്നു. അന്ന് ജൂനിയർ എന്ന് പറയാവുന്ന നേതാവ് തന്നെയായിരുന്നു പിണറായി വിജയൻ. പക്ഷെ അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് മാറി സംസ്ഥാന സെക്രട്ടറി ആവുന്നു. ഈ പാർട്ടി സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ഒറ്റൊരാളെ മാത്രമാണ് പിന്നീട് അദ്ദേഹത്തിന്റെ അത് കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. നിർഭാഗ്യവശാൽ കോടിയേരി ബാലകൃഷ്ണന്റെ ഈ അകാലത്തുള്ള മരണം വിടവാങ്ങൽ പാർട്ടിയെ വല്ലാത്ത രീതിയിൽ പ്രതിസന്ധിയിലാക്കി തന്നെയല്ലേ നമ്മൾ കാണേണ്ടത്. അതെ, തീർച്ചയായും. ഇവിടെ അങ്ങ് പറഞ്ഞതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം CPM അതിൻ്റെ രണ്ടാം നിരയെ വളർത്തിയെടുക്കുന്നതിനകത്ത് വലിയ പാളിച്ച സമീപകാലത്ത് വരുന്നു. പ്രത്യേകിച്ച് അതായത് പൊതുജനങ്ങൾക്കറിയാവുന്ന രണ്ട് യുവ നേതാക്കന്മാരെന്ന് പറയുന്നത് ഒന്ന് റഹീമും രണ്ട് ആർഷോയുമാണ്. ഇവരെ രണ്ടുപേരെ ഏത് തരത്തിലാണ് ആളുകൾക്ക് അറിയാവുന്നത്, നമുക്കെല്ലാവർക്കും അറിയാവുന്നത്. അതിനപ്പുറത്തേക്ക് എന്നാൽ എത്രത്തോളം യുവ MLA-മാർ CPM-നുണ്ട്? എത്രയോ യുവ സ്ഥാനാർത്ഥികൾ CPM-ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വന്നോ? യുവജന വിദ്യാർത്ഥി സംഘടനകളൊക്കെ കേരളത്തിൽ ഇന്നും ഏറ്റവും സജീവമായ യുവജന വിദ്യാർത്ഥി സംഘടനകളുള്ളത് CPM-നാണ്. അതിനകത്തൊന്നും യാതൊരു തർക്കവുമില്ല. എന്നിട്ടും എന്തുകൊണ്ട് 10 പേര് തിരിച്ചറിയുന്ന അല്ലെങ്കിൽ ആളുകൾ ഐഡന്റിഫൈ ചെയ്യുന്ന രണ്ടാം നിര CPM-ന് ഉണ്ടാകാതെ പോകുന്നു? എന്നാൽ ഈ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പം DYFI-ന്റെ സംസ്ഥാന സെക്രട്ടറിക്കും പ്രസിഡന്റിനും ഒക്കെ ഒരു വിലയുണ്ടായിരുന്നു. പാർട്ടി സെക്രട്ടറിക്ക് ഉണ്ടായിരുന്ന അത്ര തന്നെ വിലയുണ്ടായി. ചിലപ്പോൾ അതിൽ കൂടുതലൊക്കെ വിലയുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കാരണം അവർ ഒരേപോലെ പോരാടി വലിയ സമരങ്ങളൊക്കെ നയിച്ചിരുന്ന കാലമുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ 10-15 വർഷക്കാലത്തെ DYFI-ന്റെ ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ അവർ വലിയ സമരങ്ങളൊന്നും നയിച്ചായിരുന്നു. സമരങ്ങളിലൂടെ ആയിരുന്നു CPM-ന് നേതാക്കന്മാരുണ്ടായെന്ന് നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും SFI-യിലൂടെയും DYFI-യിലൂടെയും മറ്റ് കർഷക പ്രസ്ഥാനങ്ങളിലൂടെയൊക്കെ വളർന്നു വന്ന നേതാക്കന്മാരായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം സരിനെ പോലെയുള്ള ആളുകളൊക്കെയാണ്. അതായത് ഷോർട്ട് കട്ടിലൂടെ നേതാവുക, സ്ഥാനങ്ങളിലേക്ക് വരിക എന്നുള്ള രീതി യഥാർത്ഥത്തിൽ ഈ CPM-നെയും വല്ലാതെ രീതിയിൽ പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ പാർട്ടി ഇന്ന് നേരിടുന്ന പ്രശ്നം. അപ്പൊ ഇതൊക്കെ പറയുമ്പോഴും ഇപ്പോൾ CPM ഒരു പ്രമുഖനായ ഒരു നേതാവിനെ സംസ്ഥാനത്ത് വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അത് ജോൺ ബ്രിട്ടാസ് ആണ്. ജോൺ ബ്രിട്ടാസ് വലിയ മാധ്യമപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ എല്ലാ ആളുകൾക്കും പരിചിതനാണ്, സ്വീകാര്യനുമാണ്. അദ്ദേഹം ഇപ്പം രാജ്യസഭയിൽ അദ്ദേഹം നടത്തുന്ന വലിയ ഇടപെടലും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളൊക്കെ രാഷ്ട്രീയ എതിരാളികളെ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അദ്ദേഹം വളർന്നു വരുന്നുണ്ട്. അദ്ദേഹം അടുത്ത തെരഞ്ഞെടുപ്പിൽ വളരെ മലബാറിൽ നിന്നുള്ള ഒരു വളരെ സുരക്ഷിതമായ ഒരു മണ്ഡലത്തിൽ നിന്നും മത്സരിക്കാനുള്ള ഒരു നീക്കം നടത്തുന്നത്. അതോടുകൂടി ഈ നേതൃസ്ഥാനത്തേക്ക് ജോൺ ബ്രിട്ടാസ് വലിയ ശക്തനായ ഒരു വരവ് ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ജോൺ ബ്രിട്ടാസിന്റെ വരവ് ഗുണം ചെയ്യുമോ, അല്ലെങ്കിൽ സംസ്ഥാനത്ത് ഇപ്പോൾ ഉള്ള ഈ പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് ഒരു പുതിയ നേതൃത്വം വരാനുള്ള സാധ്യതയുണ്ടോ? ഇവിടെ CPM-ന് ഈ ഒരു ആനുകാലിക സാഹചര്യത്തെ ഏറ്റെടുക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച തീരുമാനം ജോൺ ബ്രിട്ടാസിനെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് സജീവമാക്കുക എന്നതാണ്. കാരണം ഇവിടെ പാർട്ടി മാധ്യമമായ കൈരളിയെ സംബന്ധിച്ച് കൈരളി വലിയൊരു മുന്നേറ്റത്തിന് തയ്യാറാക്കിയത് ബ്രിട്ടാസ് തന്നെയാണ്. മാത്രമല്ല കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും CPM-നെ സജ്ജമാക്കിയതും CPM-ന്റെ ആശയപ്രചാരണത്തിന് നേതൃത്വം നൽകിയതും ജോൺ ബ്രിട്ടാസ് തന്നെയാണ്. പക്ഷെ അപ്പോൾ വരുന്നൊരു ചെറിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ എല്ലാവരിലേക്കും എത്തപ്പെടുവാൻ പറ്റുന്ന തരത്തിലേക്ക് ജോൺ ബ്രിട്ടാസ് ഒരിക്കലും ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ളൊരു നേതാവൊന്നുമല്ല. അത്തരത്തിൽ കൂടി ഒരു പരിവേഷം ഇനിയും 1.5 വർഷക്കാലം നിയമസഭാ തെരഞ്ഞെടുപ്പിനുണ്ട്. ബ്രിട്ടാസിനെ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കിടയിലേക്ക് ഇറക്കി ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളാക്കി മാറ്റിയെടുത്താൽ തീർച്ചയായിട്ടും CPM ഇന്നെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല തീരുമാനം ബ്രിട്ടാസ് തന്നെയാണ്. അല്ല, ഇപ്പം കണ്ണൂർ ജില്ലയിലുള്ള പല പൊതു പാർട്ടി പരിപാടികളിലും വളരെ സജീവമായിട്ട് ബ്രിട്ടാസ് പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതും കൂടി നമ്മൾ ഈ സമയത്ത് കാണുന്നത് വായിക്കാൻ പറ്റും. അതായത് ഇത്തരത്തിലുള്ളൊരു ഇപ്പം നമ്മൾ പറയുന്നതിനപ്പുറത്തേക്ക് CPM വളരെ സീരിയസ് ആയിട്ട്
അതിനെ ആലോചിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇതേ സമയത്ത് തന്നെ നമ്മൾ കാണുന്നത് ഇപ്പം പഴയ CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രമുഖനായ നേതാവായിരുന്നു MV രാഘവൻ. പിന്നീട് അദ്ദേഹം പാർട്ടി വിട്ടു പോകുന്നു, വേറെ പാർട്ടി ഉണ്ടാക്കുന്നു, CMB ഉണ്ടാക്കുന്നു. പിന്നീട് MV രാഘവനും CPM തമ്മിലുള്ള പോരാട്ടമാണ്, ദീർഘകാലത്തെ പോരാട്ടമായിരുന്നു നമുക്കറിയാം. അതിനുശേഷമൊക്കെ അദ്ദേഹം പിന്നീട് അവസാന കാലഘട്ടത്തിലൊക്കെ അദ്ദേഹത്തെ CPM അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ അദ്ദേഹത്തിനോടുള്ള വലിയ ഒരു ആദരം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ മകനെ വലിയ കൊട്ടിഘോഷിച്ചുകൊണ്ട് CPM-ൽ കൊണ്ട്. പക്ഷേ നികേഷിന്റെ വരവ് പാർട്ടിക്ക് എന്തെങ്കിലും രീതിയിൽ ഗുണം ചെയ്തതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്? ഇല്ല, ഒരു തരത്തിലും ഇല്ല. നികേഷ് ഇപ്പം ഒരു തവണ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. നികേഷ് വിയർക്കാൻ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ മുദ്രാവാക്യം അത്തരത്തിൽ ഒരു പ്രവർത്തകനായിട്ടോ അല്ലെങ്കിൽ ആ ഒരു തരത്തിലൊന്നും സംഘടനയെ ഉൾപ്പെടാൻ അല്ലെങ്കിൽ സംഘടനയെ നയിക്കാൻ പ്രാപ്തിയുള്ള ഒരാളല്ല. പുള്ളി എല്ലാ കാലത്തും AC റൂമിലിരുന്നു കൊണ്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് അതിൽ ആനന്ദം കണ്ടെത്തുന്ന അത്തരത്തിലുള്ളൊരു രീതിയാണ് പുള്ളി. അതൊരിക്കലും കേരള രാഷ്ട്രീയത്തിൽ പച്ച പിടിക്കുമെന്ന് തോന്നുന്നില്ല. ഞാനിത് ചോദിക്കാൻ കാരണം ഈ രണ്ട് പിന്നെ നേതാക്കന്മാരാണ്. അപ്പം രണ്ടുപേരും ദീർഘകാലമായിട്ട് മാധ്യമ പ്രവർത്തകരാണ്. അപ്പം ഈ നികേഷ് യഥാർത്ഥത്തിൽ ഈ പാലക്കാട് വലിയ ദൗത്യമായിട്ടാണ് പാലക്കാട് വന്നിരുന്നത്. അറിയാമായിരിക്കും, അദ്ദേഹത്തിനായിരുന്നു ഈ PR-ന്റെ ഒക്കെ ചുമതല ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഓരോ ചലനങ്ങളും യഥാർത്ഥത്തിൽ നഷ്ടമായി എന്നുള്ളതാണ്. ഈ പാർട്ടിക്ക് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കി എന്നുള്ളതാണ്. ഇപ്പൊ ട്രോളി വിവാദമായാലും ശരി, മറ്റു പല അവസാനത്തെ ഈ പത്രങ്ങളിൽ പരസ്യം കൊടുത്തത് പോലും വലിയ രീതിയിൽ തിരിച്ചടി ആഘാതം കൂട്ടി എന്നുള്ളതാണ്. അപ്പോൾ നികേഷിന്റെ ആദ്യത്തെ പരീക്ഷണം തന്നെ പരാജയപ്പെട്ടു എന്നല്ല നമ്മളിൽ കാണുന്നത്. ഈ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ ഒട്ടും ശേഷിയില്ലാത്ത മാധ്യമ പ്രവർത്തകനുമായിരുന്നു നികേഷ്. അതേസമയം രാഷ്ട്രീയക്കാരനുമാണ് നികേഷ്. തനിക്ക് മുന്നിൽ വരുന്ന ഏതെങ്കിലും ഒരു പ്രതിസന്ധി എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് നികേഷ് കുമാർ എന്ന മാധ്യമപ്രവർത്തകനും അറിയില്ലായിരുന്നു, ഇപ്പോൾ രാഷ്ട്രീയ നേതാവിനും അറിയില്ല. അതുതന്നെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതും. നികേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ 25ഓളം പേരടങ്ങുന്ന വലിയ സംഘമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയത്. എന്നാൽ സ്ഥാനാർത്ഥി ഒരു പ്രൊഫഷണലാണ്. അത്തരത്തിൽ സ്ഥാനാർത്ഥിയുടെ പ്രൊഫഷണൽ മികവ് ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ പോലും ചർച്ചയാക്കുവാൻ ഈ സൈബർ പടയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ പാളിച്ചയാണ്. സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ചർച്ചയായില്ല. ഞാൻ ഈ പെട്ടെന്ന് നമ്മൾ സ്ഥാനാർത്ഥിയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ ഡോക്ടർ സരിൻ. അപ്പം ഡോക്ടർ സരിന് CPM വലിയ സ്വീകാര്യതയാണ് കൊടുത്തിരുന്നത്. പക്ഷേ CPM-ന്റെ പ്രതീക്ഷക്ക് അദ്ദേഹം ഉയർന്നതെന്ന് വെച്ചാൽ ഇല്ല. മാത്രമല്ല അവസാന കാലഘട്ടത്തിലൊക്കെ ആകുമ്പോഴേക്ക് അദ്ദേഹം ഒരു കൊമേഡിയനായി മാറുന്നതൊക്കെ നമ്മൾ കണ്ടു. ഇലക്ഷൻ പ്രചരണമൊക്കെ യഥാർത്ഥത്തിൽ വല്ലാത്ത രീതിയിൽ ജനങ്ങൾക്കൊക്കെ ചെടിച്ചു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ഈ സരിന് CPM-ൽ എന്തെങ്കിലും ഭാവിയുള്ളതായി തോന്നുന്നുണ്ടോ? ഇവിടെ അങ്ങ് ഓർക്കുന്നുണ്ടാവും, തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ LDF-ന്റെ CPM-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് ജോ ജോസഫാണ്. അദ്ദേഹം നല്ലൊരു പ്രൊഫഷണൽ ആയിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ലഭിച്ച അതേ പരിഹാസം തന്നെയാണ് ഇന്ന് സരിന് ലഭിക്കുന്നതും. എന്നാൽ ജോ ജോസഫ് എന്ന പ്രൊഫഷണലിനെ CPM ഏതെങ്കിലും തരത്തിൽ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ അദ്ദേഹം മികച്ചൊരു ഡോക്ടറാണ്, മികച്ച പ്രൊഫഷണലാണ്. CPM-ന് അത്തരത്തിലുള്ള രാഷ്ട്രീയ പോഷക സംഘടനകളുണ്ട്. അതിൻ്റെ ഒന്നും നേതൃത്വത്തിലേക്ക് ജോ ജോസഫ് എത്തിയില്ല. ഒരു പക്ഷേ ജോ ജോസഫിൻ്റെ ഭാവി തന്നെയാകും സരിനും ഉണ്ടാകുക. പക്ഷേ സരിനെ വേണ്ട തരത്തിൽ CPM ഉപയോഗപ്പെടുത്തിയാൽ അതിൻ്റെ ഗുണമുണ്ട്. അതായത് CPM-ന്റെ ഏതെങ്കിലും ഒരു പോഷക സംഘടനയുടെ നേതൃത്വ നിരയിലേക്ക് വരിക എന്നതിനപ്പുറത്തേക്ക് CPM-ന്റെ സൈബർ വിഭാഗത്തെ സരിൻ നയിച്ചാൽ അതിന് ഗുണമുണ്ടാകും. കാരണം കോൺഗ്രസിൻ്റെ ചത്തുകിടന്ന സൈബർ വിഭാഗത്തെ ഊർജ്ജസ്വലമാക്കുന്നത് സരിനാണ്. അതിൻ്റെ നേതൃത്വത്തിൽ ഒരിക്കലും നമുക്ക് തള്ളി പറയാൻ കഴിയില്ല. കാരണം മികച്ച രീതിയിൽ കോൺഗ്രസിൻ്റെ മുഴുവൻ സൈബർ പടയും കൂട്ടി ഒരു ആരോപണം വരുമ്പോൾ അതിനെ തിരിച്ചടിക്കുന്ന തരത്തിലുള്ള ക്യാപ്സുകളൊക്കെ തയ്യാറാക്കുന്ന ഈ അടുത്ത കാലത്താണ് കോൺഗ്രസിനെ ആ രീതിയിൽ നമ്മൾ കാണുന്നത്. അത്തരത്തിൽ കോൺഗ്രസിനെ മാറ്റിയെടുത്തത് സരിന് കൃത്യമായ പങ്കുണ്ട്. അതേ തരത്തിൽ സരിനെ CPM-ന് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയത്തിൽ സരിന് ഭാവിയുള്ളതായിട്ട് തോന്നുന്നില്ല. CPM സമ്മേളന കാലങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. CPM-ന് നേരത്തെ ഒന്നും ഉണ്ടാവാത്ത രീതിയിലുള്ള വലിയ രീതിയിലുള്ള തിരിച്ചടികളും പ്രതിസന്ധികളും തരണം ചെയ്യേണ്ടതുണ്ട്. ഒരു കൃത്യമായൊരു നേതൃത്വത്തിൻ്റെ അഭാവം CPM-നെ വല്ലാത്ത രീതിയിൽ പിടിച്ചുലയ്ക്കുന്നുണ്ട്. MV ഗോവിന്ദനെ പോലുള്ള നേതാക്കന്മാർക്ക് ഈ സംസ്ഥാന കമ്മിറ്റിയെ കൊണ്ടുപോകാനുള്ള കെൽപ്പുണ്ടോ എന്നുള്ള ചോദ്യം വലിയ രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന കാലത്തൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ട് CPM-ന്റെ ഭാവി എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് വലിയ ആശങ്കകൾ പാർട്ടി പ്രവർത്തകർക്ക് തന്നെ ഉണ്ടാവുന്നു. അവർ വലിയ രീതിയിൽ സംസ്ഥാന ഭരണത്തെയും പോലീസിനെയും അതുപോലെ തന്നെ നേതൃത്വത്തെയും വലിയ രീതിയിൽ ആക്രമിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ വിമർശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. CPM-ന് രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നല്ലൊരു നേതൃത്വം അനിവാര്യമാണ്. അതുകൊണ്ട് CPM വരുന്ന ആളുകളിൽ അത്തരത്തിലുള്ള നേതാക്കന്മാരെ കൊണ്ടുവരാൻ ശ്രമിച്ചില്ലെങ്കിൽ പാർട്ടിക്ക് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ ഒരു അനുമാനം. ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.